ആസൂത്രണ മികവിന്റെ വ്യക്തതയാർന്ന മാതൃക കാണണമെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു മെയിൻ റോഡിലെ മെയിൻ ജംഗ്ഷനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കി നിന്നാൽ മതി. അപ്പോൾ കാണാം ഈ നിയമവ്യവസ്ഥകളൊക്കെ മറ്റാർക്കോ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ കടന്നു പോകുന്ന ചില ആളുകളെ. ഇടത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ കാണിച്ചിട്ട് വലത്തോട്ട് പോകുന്ന ചിലര്, റോഡ് മുറിച്ചു കടക്കാനുള്ള ട്രാഫിക് ലൈൻ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് കാര്യമായി യൂസ് ചെയ്യാതെ അതിന് 50 മീറ്റർ മാറി റോഡ് മുറിച്ചു കടക്കാൻ പോകുന്ന ചിലര്, നിരനിരയായി വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലൂടെ വെട്ടിച്ച് മുന്നേറി ഓവർ കോൺഫിഡൻസ് കാണിച്ച് ഓവർ സ്പീഡിൽ എതിരെ വരുന്ന വാഹനങ്ങളെ പോലും വിറപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചില ന്യൂ ജനറേഷൻ. നോ പാർക്കിംഗ് ബോർഡിന് കീഴെ മറ്റെങ്ങും സ്ഥലമില്ലാത്തതുപോലെ 1-2 വാഹനങ്ങൾ, 2 വീലർ പാർക്കിങ്ങിന് ഇടയിൽ 1-2 മുച്ചക്രവും 4 ചക്രവും. സ്പീഡ് ലിമിറ്റ് ഇത്രമാത്രമേ പാടുള്ളൂ എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓവർടേക്കിംഗ് പാടില്ല എന്ന് കാണിക്കുന്ന സൈനുമുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ അതുവഴി കടന്നു പോകുന്ന പട്ടിക്കും പൂച്ചയ്ക്കും കിളികൾക്കും മാത്രം ബാധകമാണ് എന്ന രീതിയിലാണ് പലരും അതുവഴി കടന്നു പോകുന്നത്. ഇനി ഈ വഴി മാന്യമായ രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരുവന് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ കണ്ട് ചെറുതായി ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ അത് കണ്ടവനും കാണാത്തവനും ഒക്കെ മാറടാ എടുത്തുകൊണ്ട് മാറ്റടാ എന്ന രീതിയിൽ ഫോൺ മുഴക്കി കളിക്കാൻ തുടങ്ങും. ഇതിനിടയിൽ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരുടെ എണ്ണം പൊതുവെ കുറവായിട്ടുണ്ട് എങ്കിലും അതിലെ വാസ്തവം എന്നത് ഹെൽമറ്റ് വെറുതെ തലയിൽ കമത്തി പോകുന്നതാണ് എന്നതാണ്. അല്ലാതെ ഹെൽമറ്റ് തലയിൽ ഉറപ്പിക്കുന്ന ക്ലിപ്പ് അതിൽ ഭൂരിഭാഗം ആളുകളും ഇട്ടിട്ടുണ്ടാകുകയില്ല. അതിനർത്ഥം ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് അവർ ആ ഹെൽമെറ്റ് എടുത്ത് കമത്തി എന്നും ഈ ജംഗ്ഷൻ കഴിഞ്ഞ 50 മീറ്റർ കൂടി കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് അതേപോലെ തന്നെ ഊരി മാറ്റും എന്നുള്ളതും അല്ലേ. ഈ പറഞ്ഞ ഇതേ കാര്യം തന്നെ മറ്റു പല വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റിന്റെ പേരിലും നമുക്ക് പറയാം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ, ഈ നാട് എന്താ നന്നാകത്തെ?